വളാഞ്ചേരി ആദവനാട് മദ്രസയിൽ ജോലി ചെയ്യുകയായിരുന്ന പ്രതി 20ഓളം വിദ്യാർത്ഥികളെ ലൈംഗിക ചൂഷണത്തിനിരയാക്കിയതായാണ് പരാതി. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് നിങ്ങൾ കരുതുന്നുണ്ടോ? കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിൽ നടന്ന ചില സംഭവങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. അതിനുശേഷം ഇതേക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥിനിയെ ലൈംഗികാതിക്രമത്തിനിരയാക്കിയ മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ. പാലങ്ങാട് ഹിദായത്തുൽ സോബിയാൻ മദ്രസയിലെ അധ്യാപകൻ മുഹമ്മദ് ഷെരീഫിനെയാണ് കൊടുവള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർക്ക് ലഭിച്ച പരാതിയിലാണ് പോലീസ് നടപടി. പതിനാലുകാരിയായ പെൺകുട്ടിയെ ലൈംഗിക ഉദ്ദേശത്തോടെ നിരന്തരം പിന്തുടർന്ന് ശല്യപ്പെടുത്തിയ പ്രതി 2 തവണയാണ് കുട്ടിയെ അതിക്രമത്തിന് ഇരയാക്കിയത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ മദ്രസയിലെ നിസ്കാരമുറിയിൽ വെച്ചായിരുന്നു ആദ്യം. മലപ്പുറം വേങ്ങരയിൽ 12 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ മദ്രസ അധ്യാപകൻ 86 വർഷം കഠിന തടവ് ശിക്ഷ, 4 ലക്ഷം രൂപ പിഴയും പ്രതി കൊടുക്കണം. മദ്രസ അധ്യാപകനായ ജാബിർ അലിയെ മഞ്ചേരിയിലെ പോക്സോ അതിവേഗ കോടതിയാണ് ശിക്ഷിച്ചത്. 2022 ഏപ്രിൽ 21-നായിരുന്നു 12-കാരിയെ ബലാത്സംഗം ചെയ്തത്. മദ്രസയിലെ ബാത്റൂമിൽ വെച്ചാണ് അധ്യാപകനായ ജാബിർ അലി കുട്ടിയെ ഉപദ്രവിച്ചത്. 9 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ മദ്രസയിൽ പീഡിപ്പിച്ച കേസിൽ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ മദ്രസ അധ്യാപകന് 37 വർഷം കഠിന തടവും 5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പിഴ അടയ്ക്കാത്ത പക്ഷം 4 വർഷവും 2 മാസവും കൂടി അധിക തടവ് അനുഭവിക്കണം. മുല്ലശ്ശേരി തിരുനെല്ലൂർ പുതിയ വീട്ടിൽ ഷെരീഫ് ചിറക്കലിനെയാണ്. അപ്പൊ ഇങ്ങനെ കാണിക്കാനാണ് കുറെ ലെങ്ത് കൂടി പോയി വീഡിയോയുടെ, അത് കുറെ ഉണ്ട് ഇങ്ങനെ. അപ്പം ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് ആരും കണക്കാക്കരുത്. കാരണം ഇത് മദ്രസകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു കലാപരിപാടിയാണിത്. അപ്പം ഈ കേസിൽ സംഭവിച്ചതെന്ന് ചെയ്യാം, കണ്ടു കഴിഞ്ഞാൽ മാന്യനായൊരു വ്യക്തി, എന്തൊരു ഈമാനുള്ള വ്യക്തിയാണ്. അതായത് മദ്രസയിലെ കുട്ടികളെ ഓത്ത് പഠിപ്പിക്കുന്ന മൊയ്ലിയാർ, ആ മൊയ്ലിയാരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അതൊരിക്കലും ആ കുഞ്ഞുങ്ങൾ പ്രതീക്ഷിക്കുന്നതായിരിക്കില്ല. ഒരു മദ്രസ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിലെ അധ്യാപകനേക്കാൾ ഉപരി അദ്ദേഹം പഠിപ്പിക്കുന്നത് മതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ആ അധ്യാപകൻ എത്രമാത്രം നല്ല ഒരു വഴികാട്ടി, അതായത് ഈ സമൂഹത്തിനും മതത്തിനും ജീവിതത്തിനും എല്ലാ തരത്തിലുള്ള വഴികാട്ടിയായിട്ടുള്ള ഒരു അനുഭവപൂർണ്ണമുള്ള ഒരു സമീപനമായിരിക്കും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഈ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഈ വീട്ടിലുള്ള ആളുകൾ ആഗ്രഹിച്ച് ഈ കുഞ്ഞുങ്ങളെ മദ്രസയിലേക്ക് അയക്കും. അപ്പൊ ഇവിടുന്ന് കിട്ടുന്ന ഈ അനുഭവം ഇത് കുഞ്ഞുങ്ങൾ വന്ന് പറയുമ്പോൾ മാത്രമാണ് ഈ വീട്ടിലുള്ളവർ അറിയുന്നതെന്ന് ആലോചിക്കണം. അപ്പൊ ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ആരും പരിശോധിക്കുന്നില്ല. ഇതിലൊക്കെ വലിയ വലിയ ശിക്ഷകളാണ്. 87 വർഷം 37 വർഷം വർഷങ്ങളോളം ശിക്ഷ വിധിച്ച് ഇത് നടപ്പിലാക്കിയിട്ട് വീണ്ടും ഇവർക്ക് കുറ്റം ചെയ്യാനുള്ള ഒരു പ്രേരണ അതെങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. പക്ഷെ ഈ കേസിൽ ഇദ്ദേഹം ആൺകുട്ടികളെയാണ്, അത് എന്തൊരു അസുഖമാണ് ഇദ്ദേഹത്തിൻ്റെ എന്നുള്ളത് മനസ്സിലാകുന്നില്ല. എന്ത് പ്രത്യേകതര ഒരു അസുഖമാണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. കണ്ടു കഴിഞ്ഞാൽ എത്ര ഈമാനുള്ളൊരു വ്യക്തിയാ ആ മൊയ്ലിയാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ആ അദ്ദേഹം നല്ലൊരു മൊയ്ലിയാരാണ് എന്നുള്ള രീതിയിൽ. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പോ ഇതാ. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആരെയും അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതാക്കാൻ വേണ്ടിയിട്ടോ പറയുന്നതല്ല. മറ്റ് മതത്തിലുള്ള ആളുകളെ അല്ലെങ്കിൽ മറ്റ് മതത്തിലുള്ള വിശ്വാസികളെ, ആലപ്പുഴയിലുള്ള ഒരു ഉസ്താദ്, അദ്ദേഹം നിരന്തരം വന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ അധിക്ഷേപങ്ങളും പരാമർശങ്ങളും ഹൈന്ദവരുമായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ വളരെ മോശം തരത്തിൽ അധിക്ഷേപിക്കുന്നതും മനസ്സിന് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന തരത്തിലൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചിട്ടുണ്ട് ശക്തമായ രീതിയിൽ. പക്ഷേ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, ഇത്തരം കാര്യങ്ങളിൽ, ഇത്തരം വിഷയങ്ങളിൽ അദ്ദേഹം ആ ഒരു കാണിക്കുന്ന ശുഷ്കാന്തി അല്ലെ ആ ഒരു ആത്മാർത്ഥത, ഇത്തരം വിഷയങ്ങളിൽ മദ്രസകൾ കേന്ദ്രീകരിച്ച് ഇത്തരം പഠന കാര്യങ്ങൾ നടത്തുന്ന ആളുകൾക്ക് നല്ല രീതിയിലുള്ള കൗൺസിലിംഗ് കൊടുത്തുകൊണ്ട് അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക. അത് ഈ സമൂഹത്തിൽ ഇത്തരം പ്രവർത്തികൾ നടക്കാതിരിക്കാൻ ഉപകരിക്കും എന്നൊരു അപേക്ഷയാണ് അങ്ങോട്ട് വെക്കാനുള്ളത്.